നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വഴിന്ന് മാറ്. ഞാനേ ഒരു കാര്യം പറയട്ടെ. ചൂടാവുമ്പോഴ അശ്വതിയുടെ ഭംഗി ഒന്നുകൂടി കൂടുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നപ്പോ കാശൊക്കെ എടുത്തെറിഞ്ഞിട്ടുള്ള നിന്റെ ആ ഷോ ഉണ്ടായിരുന്നല്ലോ, എന്തൊരു ഭംഗിയായിരുന്നു അപ്പൊ നിന്നെ കാണാൻ. മാറാനാ പറഞ്ഞ, ഇല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച ആളെ കൂട്ടും. എന്നിട്ട് ആൾക്കാര് പോലീസിനെ വിളിക്കും. പോലീസാരാ? ഈ ഞാൻ. അതുമല്ല, പൊതുജനത്തിന് ചില മുൻധാരണകളുണ്ട് അശ്വതി. ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളൊക്കെ കുഴപ്പക്കാരാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ജനം കൂടുതൽ വിശ്വസിക്കൂ. എന്തായാലും അശ്വതി ഒന്ന് ബഹളം വയ്ക്കും, കാണണ്ടേ? ദയവായിട്ട് എന്നൊന്ന് ജീവിക്കാൻ സമ്മതിക്കോ? ജീവിതത്തിലേക്കല്ലേ എന്റെ പൊന്നശ്വതി ഞാൻ നിന്നെ ക്ഷണിക്കുന്നേ. നമുക്കൊരുമിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാം. എന്തായാലും അശ്വതി വാന്നേ. നീ ഇങ്ങനെ വെയിൽ കൊള്ളുന്നത് കാണുമ്പോ കൊള്ളുന്നത് എനിക്കാ. അശ്വതി പാടി ഇങ്ങോട്ട്. ബലം പിടിച്ചിട്ട് കാര്യമില്ല, മര്യാദക്ക് എന്നോട് വാ. ബലം പിടിച്ചിട്ട് കാര്യമില്ല, മര്യാദക്ക് എന്നോട് വാ. പാടി ഇങ്ങോട്ട് വരാൻ. എന്താ കാണിക്കുന്നേ? എന്താ ബന്ധുക്കാരൊക്കെ എത്തിയല്ലോ. എന്താ ചേച്ചി, എന്താ കാര്യം? കാര്യം ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളാം. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണായവള്. ഞങ്ങൾക്ക് സംസാരിക്കാൻ പലതും കാണും. അതിനിടയിൽ കയറി വന്നേ തടി കേടാക്കാൻ നോക്കരുത്. ശ്യാമേ, ഇയാളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, മടുത്തു. സർ, അശ്വതി ചേച്ചി ശല്യപ്പെടുത്തരുത്. ഇതെന്റെ അപേക്ഷയാണ്. ആണോ? പക്ഷേ ആ അപേക്ഷയ്ക്ക് ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടല്ലോ. നിന്റെ അനീൽ സാറിനെ വിളിച്ചു കളയുന്നാണോ? എങ്കിൽ വിളി, അവനെ വിളിക്ക്. അന്നത്തെ കണക്കുകളും കൂടി ഇവിടെ വെച്ച് തീർക്കാം. വിളിക്കേ. ഈ കേസിൽ അഖിൽ സാറിനെ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് തീർക്കാൻ ഞാൻ തന്നെ ധാരാളം. ഓഹോ, നീ എന്നെ തീർത്തളയുന്നാണോ? തീർക്കേണ്ടി വന്നാ തീർക്കുക തന്നെ ചെയ്യും. ചുമ്മാ വരട്ടാതെ സാറേ. അന്ന് എന്നെ വിലങ്ങ വെച്ച് കൊണ്ടുപോയി സെല്ലിൽ തള്ളിയിട്ടപ്പോ ഞാൻ പേടിച്ചില്ല. കോടതിയിൽ കൊണ്ടുപോയപ്പോഴും ഞാൻ പേടിച്ചില്ല. കാരണം എന്റെ ഭാഗത്താണ് ശരിയെന്നുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. ശരിയുടെ കൂടെ ദൈവം നിൽക്കുന്ന ഉറപ്പുണ്ടായിരുന്നു. അത് ശരി. എങ്കിലേ ഞാൻ ഇവിടെ അങ്ങ് കൊണ്ടുപോവാ. നീ ഇവിടെ രക്ഷിക്കുന്നത് എനിക്കൊന്ന് കാണണം. കാണി ഇങ്ങോട്ട് വാ. മുമ്പിന്ന് മാറടി. എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നതേ 2 വട്ടം ആലോചിച്ചിട്ട് വേണം. അന്ന് അഖിൽ സാറ് തന്റെ ജീവൻ ബാക്കി വെച്ചതേ ഞാൻ പറഞ്ഞതുകൊണ്ടാ. പക്ഷെ ഇനി ഒരിക്കൽ കൂടി ഞാനത് പറയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.